പുതുവത്സര സമ്മാനങ്ങളുമായി വരുന്നു മാരി ഗോൾഡൻ ഡയമണ്ട്സ്. ഉദ്ഘാടനം ജനുവരി 1-ാം തീയതി കാലത്ത് 10 മണിക്ക് പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നടക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നോട്ടീസ് കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ. മാരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, പൂക്കോട്ടുംപാടം. കേരള വാട്ടർ അതോറിറ്റി വണ്ടൂർ സെക്ഷൻ കാര്യാലയത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. പുതുവത്സര ദിനത്തിൽ മുതൽ കാര്യാലയത്തിന്റെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറി. ഔദ്യോഗിക ഉദ്ഘാടനം 2 ആഴ്ചക്കുള്ളിൽ നടക്കും. വണ്ടൂർ VMC ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ജല അതോറിറ്റി കാര്യാലയമാണ് കൂടുതൽ സൗകര്യങ്ങളോടെ പുതുക്കി നിർമ്മിച്ചത്. നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി കഴിഞ്ഞ 2 വർഷത്തോളമായി തിരുവാലിയിലെ വാടക കെട്ടിടത്തിലാണ് ജല അതോറിറ്റി സെക്ഷൻ കാര്യാലയം പ്രവർത്തിച്ചു വരുന്നത്. ജനുവരി 1 മുതൽ പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറിയിട്ടുണ്ട്. ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുന്നതിനാൽ ജനുവരി 4 വരെ ക്യാഷ് കൗണ്ടർ പ്രവർത്തനം ഓൺലൈൻ സംവിധാനത്തിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂവെന്ന് വണ്ടൂർ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. 1984 ജല അതോറിറ്റി വണ്ടൂർ PH സെക്ഷൻ പ്രവർത്തനം ആരംഭിച്ചത്. ഏറെക്കാലം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കാര്യാലയത്തിന് വണ്ടൂർ VMC ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥലം നൽകിയതിനു ശേഷമാണ് സ്വന്തം കെട്ടിടം യാഥാർത്ഥ്യമായത്. കാലപ്പഴക്കം ചെന്ന ഈ കെട്ടിടം പൊളിച്ചാണ് കൂടുതൽ സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ജൽജീവൻ മിഷൻ, ജല അതോറിറ്റി എന്നിവയുടെ വിവിധ പദ്ധതികളുടെ ഭാഗമായി 12 കോടി രൂപ ചെലവിട്ടാണ് കെട്ടിടവും അനുബന്ധ പ്രവൃത്തികളും നടപ്പാക്കിയത്. 3 നിലകളിലായുള്ള കെട്ടിടത്തിൽ ഫ്രണ്ട് ഓഫീസ്, സെക്ഷൻ ഓഫീസ്, മീറ്റിംഗ് ഹാൾ, 7 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്ക് എന്നിവയാണുള്ളത്. തിരുവാലിയിൽ കഴിഞ്ഞ 2 വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ വണ്ടൂർ സെക്ഷൻ ഓഫീസ് നാളെ മുതൽ വണ്ടൂരിലെ നേരത്തെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങിൻ്റെ സ്ഥാനത്ത് പൊളിച്ചു പണിത് പുതുക്കിയ ഓഫീസിലേക്ക് നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. നാളെയും 3-ാം തീയതിയോടു കൂടി മാത്രമേ ഓഫീസിൻ്റെ പ്രവർത്തനം പൂർണ്ണതോതിൽ ആരംഭിക്കുകയുള്ളൂ. മന്ത്രിയുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും സൗകര്യം അനുസരിച്ച് ഒരു ഉദ്ഘാടനം ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. അത് അവരുടെ സൗകര്യം കൂടി നോക്കിയിട്ട് പിന്നീട് നടത്തും. ഏതായാലും ആളുകൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ രൂപത്തിൽ കാളികാവും തുവൂരും പാണ്ടിക്കാടും വണ്ടൂരും തിരുവാലിയും ഒക്കെയുള്ള ആളുകൾക്ക് സൗകര്യപ്രദമായ രൂപത്തിൽ അവരുടെ വാട്ടർ കണക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടുന്നതിനും അവരുടെ ബില്ലടക്കുന്നതിനൊക്കെ വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഓഫീസാണ്. ഏകദേശം 7 ലക്ഷം ലിറ്റർ കൊള്ളുന്ന വലിയ വാട്ടർ ടാങ്കും ജലസംഭരണിയും അതിന് താഴെ ഓഫീസും ഒരു ഓഡിറ്റോറിയം ഉൾക്കൊള്ളുന്നതാണ് പുതിയ ഓഫീസ്. മുഴുവൻ ആളുകൾക്കും ആധുനിക കാലത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ആധുനിക രീതിയിലുള്ള ഓഫീസ് സമുച്ചയം തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് തയ്യാറാക്കുന്നത്. നിലവിൽ പാണ്ടിക്കാട്, തുവ്വൂർ, കാളികാവ്, ചോക്കാട്, വണ്ടൂർ, തിരുവാലി പഞ്ചായത്തുകളിലായി 5 കുടിവെള്ള പദ്ധതികളാണ് വണ്ടൂർ PH സെക്ഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്. 2 വർഷം മുൻപ് 1000-ൽ താഴെ മാത്രം വാട്ടർ കണക്ഷനുകൾ ഉണ്ടായിരുന്ന ഓഫീസിന് കീഴിൽ ഇന്ന് 10,000-ലധികം കണക്ഷനുകളാണുള്ളത്. ജൽജീവൻ മിഷന്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപയുടെ ബൃഹത് പദ്ധതികളാണ് വണ്ടൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത്. ഈ പദ്ധതികൾ നടപ്പിലായാൽ കണക്ഷനുകളുടെ എണ്ണം ഇനിയും ഏറെ വർദ്ധിക്കും. വണ്ടൂർ, കാളികാവ്, കരുവാരകുണ്ട്, തുവ്വൂർ, എടപ്പറ്റ പഞ്ചായത്തുകളിലെ കുടിവെള്ള പ്രശ്നപരിഹാരത്തിനായി വണ്ടൂർ കേന്ദ്രീകരിച്ച് 354 കോടി രൂപയുടെ ബൃഹത് പദ്ധതിയും പാണ്ടിക്കാട്, പോരൂർ, തൃക്കലങ്ങോട് പഞ്ചായത്തുകൾക്കായി 350 കോടി രൂപയുടെ മറ്റൊരു പദ്ധതിയും ആരംഭഘട്ടത്തിലാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.